ഗുരുതര രോഗാവസ്ഥയിൽ കഴിയുന്ന സിയ ഫാത്തിമയെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച് ചരിത്രം കുറിച്ച സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിച്ച് വിദ്യാർത്ഥികൾ. പടന്ന MRVHSSലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ മൈതാനത്ത് മനസ്സും ശരീരവും ചേർത്തുവെച്ച് നന്ദി വാചകം കുറിച്ചു. This news sponsored by Bobby Jamanur International Jewelers, traditionally trusted for 162 years. വേദനയെ വരകളിലൂടെ തോൽപ്പിച്ച സിയ പോസ്റ്റർ ഡിസൈനുമായി പടന്നയിലെ വീട്ടിലിരുന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ അത് ചരിത്ര മുഹൂർത്തമായി മാറുകയായിരുന്നു. നിലനിന്നിരുന്ന ചട്ടങ്ങൾ മാറ്റിയ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി വി ശിവൻകുട്ടിക്കും സർക്കാരിനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിവാക്കുകളാണ് കുട്ടികൾ അർപ്പിച്ചത്. കഠിന രോഗാവസ്ഥയെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിടുന്ന സിയയെ സർക്കാർ ചേർത്തുപിടിച്ചപ്പോൾ അതിനുള്ള നന്ദി ലോകം ശ്രദ്ധിക്കുന്നതായിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു പടന്നയിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും. അങ്ങനെ പടന്ന MRVHSലെ മൈതാനത്ത് നൂറുകണക്കിന് കുട്ടികൾ ചേർന്ന് സ്വന്തം ശരീരം കൊണ്ട് നന്ദി എന്ന രണ്ടക്ഷരം ചേർത്തുവെച്ചു. മാധ്യമങ്ങൾ ലോക ശ്രദ്ധ തന്നെ പടന്നയിലേക്ക് നമ്മുടെ കലോത്സവം പടന്നയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കുട്ടി ചികിത്സാർത്ഥം ഇപ്പോൾ ആശുപത്രിയിലാണ്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ആശുപത്രി ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചടക്കം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് പഞ്ചായത്ത് എന്ന രീതിയിലേക്ക്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, PTA പ്രസിഡന്റ് DKM റഫീഖ്, പ്രിൻസിപ്പാൾ MC ഷിഹാബ്, പ്രധാനാധ്യാപിക VK ശശികല, കോർഡിനേറ്റർ ജുനൈദ് മെറ്റൽ, ഇബ്രാഹിം തട്ടാനിച്ചേരി, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.